ഷേ ഓട്ടം ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ, കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ആദ്യം പോയിട്ട് വണ്ടിക്ക് എണ്ണ അടിക്കട്ടെ. ആകെ 100 രൂപയേ ഉള്ളൂ ഈ വണ്ടിക്ക്. എണ്ണ അടിക്കുക കുഴപ്പമില്ല, മൈലേജൊക്കെ തരും. ആദ്യം നേരെ പോയിട്ട് എണ്ണ ഒന്ന് അടിക്കട്ടെ. ഇനി എപ്പോഴാണ് നല്ല പൈസ കിട്ടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ പൊന്നോ, എന്ത് ചെയ്യാനല്ലേ. ചേട്ടാ 100 രൂപയ്ക്ക്. ഇതാരും ഇല്ലേ? നമ്മൾ വേണമല്ലേ എടുത്തടിക്കാൻ. ഓക്കെ, ഒരു 100 രൂപയ്ക്ക് നമുക്ക് അടിക്കാം. ഇപ്പോഴത്തേക്ക് അത് മതി. നിങ്ങൾക്ക് ആദ്യം ഞാൻ 100 രൂപയ്ക്ക് ഇടട്ടെ. ഓക്കെ, സോ യെസ്, അങ്ങനെ ഫൈനലി 100 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു കൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ വണ്ടി എവിടെ കൊണ്ടുപോയിടും? നമുക്കാണെങ്കിൽ സ്റ്റാൻഡ് ആരും തരുന്നില്ല കൈസ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും താഴെ ഇടാം, അല്ലാഞ്ഞിട്ട് വേറെ വഴിയില്ലല്ലോ. ഓക്കെ, നമ്മൾ ഇടാവേ. വണ്ടി ഇവിടെ ഇടാം. ഓക്കെ, ഇച്ചിരിയും കൂടി ഇറക്കി. ഓക്കെ. സാറേ, ഓട്ടോ ആണോ സാറേ? ഓട്ടം പോകണോ? അമ്മോനെ, ഞാനാണെങ്കിൽ കുറെ ലഗേജ് തരാം. നീ ആണെങ്കിൽ ആ വണ്ടിയിൽ വെച്ചിട്ട് നേരെ എയർപോർട്ടിൽ കൊണ്ടുപോയിടും. നിനക്ക് 12,000 രൂപ തരാം. 12,000 രൂപയോ? എൻ്റെ പൊന്നോ, ഞാൻ ഓടട്ടെ ഒന്ന്. എൻ്റെ പൊന്നോ, സന്തോഷം വരുന്നുണ്ട്. 10 മണിക്ക് മുമ്പ് എത്തണം. ഇപ്പോഴാണെങ്കിൽ സമയം 9 മണിയായി. 10 മണിക്ക് മുമ്പോ? ദാണ്ട് സാറേ, ആ ലഗേജ് അങ്ങ് എടുത്ത് വെച്ചേര്. ഇവന്മാരെ എന്താ കള്ളും കുടിച്ച് കിടക്കുവാണോ അവൻ? കയറ്റിയേര്, ആ ലഗേജ് അങ്ങ് വെച്ചേര് സാറേ. ഈ ലഗേജാണോ? ദാണ്ട് കയറ്റി, അത്രേ ഉള്ളൂ. ദാണ്ട് സാറേ, നിങ്ങൾ ടൈം നോക്കിയിരുന്നോ? അരമണിക്കൂറിന് മുമ്പ് തന്നെ ഞാൻ പോയി എത്തും അവിടെ. ആദ്യം വണ്ടി എടുക്കട്ടെ, പെട്ടെന്ന് എടുക്കട്ടെ. ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അല്ല, നമ്മുടെ 3 ചക്ര വണ്ടിയാണിത്. ഞാൻ പോവാണേ. എൻ്റെ മോനെ, ഇന്ന് പോയ 12,000 രൂപ കിട്ടുവാണെങ്കിൽ നേരെ പോയിട്ട് നമ്മുടെ ഓട്ടോ അങ്ങ് സർവീസിന് കൊടുക്കണം. അല്ല പിന്നെ എൻ്റെ മോനെ പറക്കും നമ്മൾ. ഈ വണ്ടിയൊക്കെ സർവീസ് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇനിയും കൂടി പറക്കും. ഇപ്പോൾ സമയം എന്തായി? 9:10 ഇനി 20 മിനിറ്റും കൂടി ഉള്ളൂ. പെട്ടെന്ന് പോവുകയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സ്പീഡായിട്ട് പോകാം. മാക്സിമം എത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ അത്ര സ്പീഡിൽ പോകാം. അത്രേ ഉള്ളൂ. നമ്മളോടാണ് കളി. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് നമ്മളാണെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് നേരെ പോവാം ആദ്യം. ഓക്കെ, ഇതെന്താ വണ്ടി ഇത്ര സ്ലോ ആയി പോയത്? പെട്രോൾ ഇല്ലേ? എൻ്റെ പൊന്നോ, കറക്റ്റ് സമയം നോക്കട്ടെ, 9:40. പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, ഇനി 20 മിനിറ്റ് ഉണ്ട് ഫ്ലൈറ്റ് പോകാൻ. സാറേ, വണ്ടിക്കകത്തെ ലഗേജ് ആണേ, മറ്റേ സാറ് പറഞ്ഞതാണ്. ഞാൻ അകത്ത് കൊണ്ടുപോയി കൊടുത്തോട്ടെ? ഏത്? ആ സാറ് പറഞ്ഞാണോ മോനെ? അകത്ത് കൊണ്ടുപോയി കൊടുത്തോ, പ്രശ്നമില്ല. പെട്ടെന്ന് പോയി കൊടുത്തോ. അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നോ, ആദ്യമായിട്ടാണ് എയർപോർട്ടിനകത്ത് കയറുന്നത്. ഇതെന്തോ ഇത്ര വലിയ ഫ്ലൈറ്റോ? അല്ല, ഇത് ഹെലികോപ്റ്റർ അല്ലേ? എൻ്റെ മോനെ, നിനക്ക് ആദ്യം പോവാം. എൻ്റെ കാണാൻ തന്നെ ഭംഗിയല്ലേ? ഒരു ദിവസം നമ്മൾ ഫ്ലൈറ്റിൽ പോകണം കഴിച്ച്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫ്ലൈറ്റിലൊക്കെ പോകണമെന്ന്. എൻ്റെ അമ്മോ, ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഇത്രയും അടുത്തിരുന്ന് കാണുന്നത്. കുഴപ്പമില്ല, നമ്മൾ ആദ്യം നേരെ പോയിട്ട് നമ്മൾ നേരെ പോയിട്ട് എവിടെയെങ്കിലും അത് ഈ ലഗേജ് ഒന്ന് കൊടുത്തിട്ട് വരാം, അല്ലെങ്കിൽ സമയം ഒത്തിരി വൈകും. എവിടെയാ? തേർഡ് ഫ്ലോട്ട്. ഇതല്ലേ തേർഡ് ഫ്ലോട്ട്? ഓക്കെ, നമ്മൾ നേരെ എവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. ചേട്ടന്മാരെ, മറ്റേ സാറ് പറഞ്ഞില്ലേ ആ ലഗേജ് വന്ന് എവിടെ വെച്ചോട്ടെ? എവിടെ വെക്കണ്ടേ? അതാണ്ട് അവിടെ വെക്കും മോനെ. അവിടെ വെച്ചേര്. ഞങ്ങൾ വന്ന് എടുത്തോളാം. പിന്നെ അത്രേ ഉള്ളൂ. സോ ഗൈസ്, അവരാണെങ്കിൽ ഇതാണ്ട് അവിടെ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ വെക്കാമേ. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ പൈസ കൊടുത്തു വെച്ചു, അത്രേ ഉള്ളൂ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിൽ 12,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സമയം ലേറ്റ് ആക്കിയ കാരണമാണ് പുള്ളിക്കാരൻ പൈസ എക്സ്ട്രാ ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഇട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ വണ്ടി കൊണ്ടുപോയിട്ട് ആദ്യം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കാം. അല്ലെങ്കിൽ അല്ല പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് ഫുള്ള് റെഡിയാക്കി പിന്നെ പറക്കും തളിയാവും. പിന്നെ അല്ല, ഫീനിക്സ് പറവ പോലെ ആയിരിക്കും പിന്നെ പറക്കാൻ പോകുന്നത് വണ്ടി. സൈഡൊക്കെ കണ്ടോ ഗൈസ്, എന്തൊരു സ്ക്രാച്ച് ആയിരുന്നു. കുഴപ്പമില്ല, ഒരു 5 വർഷം നമ്മളിങ്ങനെ ഓടിച്ചാൽ മതി. എങ്ങനെ പോയാലും ഒരു ഓട്ടോ സ്റ്റാൻഡ് തന്നെ ഞാൻ വെക്കും. ഇതെന്താടാ, ഒന്ന് പെട്ടെന്ന് തുറക്കടാ വാതിൽ. ഇതെന്താ ഈ ഡോർ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ഗേറ്റ് പെട്ടെന്ന് തുറക്ക്. അത്രേ ഉള്ളൂ. ഒന്ന് ഓടിക്കട്ടെ, ഞാൻ ഒന്ന് ഓടിക്കട്ടെ. നിൽക്ക്, പെട്ടെന്നൊന്ന് പോകണം. ഓക്കെ, എന്താ ഇപ്പോൾ അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ ആദ്യം നമ്മൾ വണ്ടിയാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോവാണ്. അവിടെ കൊടുത്തിട്ട് നമ്മൾ പോവാണ്. പിറ്റേ ദിവസമായിരിക്കും എനിക്ക് തോന്നുക കിട്ടുന്നത്. പക്ഷേ എനിവേ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഓക്കെ, അതാണ്ട് എൻ്റെ അമ്മോ, പുതിയ വണ്ടിയല്ലേ? നമുക്കും പുതിയ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. കണ്ടോ, എന്തൊരു തല്ലിപ്പൊളി കണ്ടീഷനിലാണ് ഉള്ളത്. ഇതെന്താ വണ്ടി ആരും ഇല്ലേ റെഡിയാക്കാൻ? ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കാവേ. ഹലോ, എടാ ഇതെന്താ ക്ലോസിലിരിക്കുന്ന ഷോറൂം? ഓട്ടോ കൊടുക്കാൻ വന്നാ. ചേട്ടാ, ഓട്ടോ അവിടെ വെച്ചിട്ട് പോ. എനിക്കറിയാം ചേട്ടനെ, ഞാൻ നാളെ വന്ന് എടുത്തോ ചേട്ടാ. നാളെ സെറ്റ് ആവും. പിറ്റേ ദിവസമായി. ഗൈസ്, ഇത് എൻ്റെ പൊന്നോ, രാവിലെ തന്നെ വന്നു. മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, പുതിയ വണ്ടി. അയ്യോ, ഫീനിക്സ് പറയുകയാണ് ഇതിന്. നമുക്ക് ഈ വണ്ടിക്ക് പേര് ഫീനിക്സ് എന്ന് വെച്ചാലോ?
അത്രേ ഉള്ളൂ. സീൻ വണ്ടി. നിക്ക് ഞാൻ ഒന്ന് എടുക്കട്ടെ. എന്താ വണ്ടീനകത്ത് എണ്ണ ഇല്ലേ? നിക്ക് നോക്കട്ടെ. ഇതെന്താ വണ്ടി ഓഫായി പോയോ? എൻ്റെ പൊന്നെ നിക്ക് ഓണാക്കട്ടെ. ആ അത്രേ ഉള്ളൂ. എൻ്റെ മോനെ സീൻ വണ്ടി. അത്രേ ഉള്ളൂ. ഇതെന്താ അവിടെ ഏതൊരു ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ ദാണ്ട് പോലീസിൻ്റെ വണ്ടിയല്ലേ പൊട്ടിത്തെറിച്ച്. എൻ്റെ അപ്പോ ആവശ്യമില്ലാത്ത റിസ്കിന് വേണ്ട. നമുക്ക് പോവാം. 5 years later. അങ്ങനെ 5 വർഷം എത്ര പെട്ടെന്ന് പോയില്ലേ. നമ്മുടെ ഹാർഡ് വർക്ക് കാരണം നമ്മളാണെങ്കിൽ കുറേ ഓട്ടോയും കാര്യങ്ങളൊക്കെ മേടിച്ചു. എൻ്റെ പൊന്നോ എന്തൊരു ഹാർഡ് വർക്കല്ലേ ചെയ്തത്. ഇതെന്താ ഓട്ടോകളൊക്കെ കാണത്തില്ല. ഇപ്പോൾ വരുമായിരിക്കും. ഗൈസ് അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ കളക്ഷൻ, ഓട്ടോ കളക്ഷൻ. ഇത് കണ്ടോ എത്ര, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ കുറേ ഓട്ടോ മേടിച്ച് ഒരു ഓട്ടോ സ്റ്റാൻഡ് പോലെ ആക്കുമെന്ന്. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ എൻ്റെ മോനെ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ 2 മിനി ബസ്സും ഒരു 12 ഓട്ടോയും ഉണ്ട്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. ഓ ഇതാണല്ലേ ഫ്രാങ്ക്ലിന്റെ ഓട്ടോ ഷോറൂം. ഞാൻ അറിയാണ്ട് എങ്ങനെ അവൻ ഇവിടെ ഓട്ടോകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നേ. എനിക്ക് പൈസ അവൻ തന്നില്ലല്ലോ. ഈ ഡോൺ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ആരാ അല്ലേ? ഇതെന്താ ഇവൻ പൈസ തരത്തെ? എടാ ഫ്രാങ്ക്ലിനെ, ഇതിന് നിന്നെ കരയിപ്പിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന വണ്ടിയൊക്കെ നമ്മൾ പൊക്കി. നമ്മളെ പുറകിന്ന് ആരോ വെടിവെക്കുന്നു. എന്നാ മേടിച്ചോ. ഇത് ആരാ നമ്മളെ ഷൂട്ട് ചെയ്യുന്നേ? എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോ വന്ന ഉറപ്പായിട്ട് കരയോടാ. അത്രേ ഉള്ളൂ. ആരോടാ കളി? ഡോണിനോടാണോ? ഇന്നാടാ ഫ്രാങ്ക്ലിനെ, എന്നാ നീ മറക്കത്തില്ല. നിനക്ക് വേണ്ടി ഇതാണ്ട് ഒരു ഓട്ടോ ഞാൻ വേണമെന്ന് വെച്ചോണ്ട് പോയിരിക്കുന്ന. അത്രേ ഉള്ളൂ. ഇനി വേണോടാ നിനക്ക് എന്തെങ്കിലും? അത്രേ ഉള്ളൂ. ഇതെന്താ ഇവിടെ ആക്സിഡന്റ് നടന്നു? ഇതെന്താ കുറെ പേര് വീണ് കിടക്കുന്നേ? ഇതെന്താ ആക്സിഡന്റ് ആയെന്ന് തോന്നുന്നു. ഇതാണ്ട് വണ്ടിയൊക്കെ പൊട്ടിക്കിടക്കുക അവിടെ. നമുക്കൊന്ന് അകത്തു പോയി നോക്കാം. ഷേവ് ചെയ്തൊക്കെ വന്ന്. അയ്യോ എടാ, ഇവിടെ ഇരുന്ന എൻ്റെ ഓട്ടോ എവിടെ? താണ്ട് അവിടെ ഇരുന്ന ബസ്സും കാണുന്നില്ല. ഇതെന്താ എൻ്റെ ഓട്ടോയുടെ ചില്ല് പൊട്ടിയിരിക്കുന്നേ? ഇതാരും മനഃപൂർവ്വം ചെയ്താ. നിക്ക് നോക്കട്ടെ, CCTV എടുത്ത് നോക്കട്ടെ. നിക്ക് CCTV ഉണ്ടല്ലോ, നിക്ക് എൻ്റെ ലാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ആരാ വന്നെന്നും പോയെന്നും നമുക്ക് എല്ലാം മനസ്സിലാവും. ആരാ വന്നേ? ദാണ്ട് ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിക്ക് ഓണാക്കട്ടെ. അത്രേ ഉള്ളൂ. ഇതാരാ? ഇത് ഇവനല്ലേ, മറ്റേ മാഫിയ. എടാ നീ എവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. എൻ്റെ വണ്ടി നീ തൂക്കിയല്ലേ, ഇന്ന് നിനക്കൊണ്ടാ. അത്രേ ഉള്ളൂ. ഞാനാണ് ഡോൺ മാഫിയ. ഞാൻ ഇരിക്കുമ്പോ എന്തിനാടാ മക്കളെ നീയൊക്കെ പേടിക്കുന്നേ? ഞാനില്ലേ എല്ലാത്തിനും. ഫ്രാങ്ക്ലിന്റെ ഓട്ടോ ഉണ്ട്, ഫ്രാങ്ക്ലിന്റെ മിനി ബസ് ഇല്ലേ, അത് ഞാൻ വിറ്റു. അത് വിറ്റപ്പോ തന്നെ എന്റെ ലൈഫ് ഏകദേശം സെറ്റിൽമെന്റ് ആയി. ഇനി ഈ ഓട്ടോയും കൂടി സെറ്റ് ആക്കിയാ മതി. എടാ ആൾക്കാർ കാണാൻ വരുവേ, പെട്ടെന്ന് ഈ ഓട്ടോ അങ്ങ് ലൈനായിട്ട് കറക്റ്റ് ആയിട്ട് അടുക്കി വെക്ക് കേട്ടോ. മനസ്സിലായാ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ മോനെ സീൻ. ഇനി 12 ഓട്ടോ ഉണ്ട്. ഈ 12 ഓട്ടോനെ എങ്ങനെങ്കിലും പോയാലും സെയിൽസ് ആക്കണം. എന്നാലേ നമ്മുടെ ലൈഫ് ടൈം സെറ്റിൽമെന്റാ. ഓക്കെ, എന്നാൽ ഞാൻ വീട്ടിൽ പോട്ടെ. ഭയങ്കര ക്ഷീണം. അത്രയും ദൂരം ഓട്ടോ ഓടിച്ചിട്ട് വന്നല്ലേ. എന്നാലേ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒരു റെസ്റ്റ് എടുക്കട്ടെ ഞാൻ. അത്രേ ഉള്ളൂ. ഇവിടെ ആര് വരാനാ? എടാ നീ മാഫിയ എന്ന് പറഞ്ഞ് കോമാളിത്തരം കാണിക്കുമല്ലേ? നിന്റെ വീടും നിന്റെ ഗ്യാരേജ് എവിടെയാണെന്ന് അറിയാം. ആദ്യം നിന്റെ ഗ്യാരേജിലോട്ട് ഞാൻ പോട്ടെ. ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ ഒന്ന്. നമ്മളോടാണ് കളി. ഇതല്ലേ അവൻ്റെ ഗ്യാരേജ്? ഓഹോ, ഇതിനകത്ത് എൻ്റെ പൊന്നോ, ഇത് എൻ്റെ ഓട്ടോയില്. എടാ എൻ്റെ ബസ് എവിടെ? അവനെ ഉറപ്പായിട്ട് ഞാൻ അവനെ ഇടിക്കും. എൻ്റെ ബസ് അവൻ വിറ്റാലും ശരി, എനിക്ക് ആ പൈസ അവൻ തന്നേ പറ്റൂ. ഇതെന്താ ഇത്? എൻ്റെ പൊന്നോ, ഇത് എത്ര നാളായി ഈ ഓട്ടോയിനൊക്കെ കണ്ടിട്ട്. എടാ ഇതെന്താ? ഇതെനിക്ക് തോന്നുന്നു അവൻ സെറ്റാക്കിയ ബോഡി ഗാർഡാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് എല്ലാവരും ഷൂട്ട് ചെയ്യാം നമുക്ക്. അല്ല പിന്നെ നമ്മളോടാണ് കളി. സോ ഗൈസ് അങ്ങനെ ഫൈനലി ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ നമ്മൾ പയ്യന്മാരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന്മാരാണെങ്കിൽ വന്ന് ട്രക്കിൽ വെച്ച് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നേരെ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. കാരണം ഫുള്ള് ചോരയാണ് ദേഹം മുഴുവനും. കാരണം ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം കുറേ ചെറിയ കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ വീഡിയോ കാണുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഷൂട്ടിങ് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ആദ്യം ഡ്രസ്സ് മാറട്ടെ. ഓക്കെ, സോ ഗൈസ് അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. പിന്നെ നമ്മൾ ആ മാഫിയനെ തപ്പി പോകാൻ പോവാണ്. അത് പാർട്ട് 2 കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ.